ഹായ് ഫ്രണ്ട്സ്, പിപ്പിസുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഒരു യാത്ര വീഡിയോ ആണ്. ഞങ്ങൾ 8 ദിവസത്തെ ടൂറാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഹൈദരാബാദിലേക്കാണ് ഞങ്ങളുടെ ടൂറ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ 21-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇറങ്ങുന്നത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മായി ഉണ്ട്. അമ്മായി 4 പേരായിരിക്കും യാത്ര ചെയ്യുന്നത്. ഒരാള് മകള് ഫ്ലൈറ്റിനാണ് പോകുന്നത്. ഫ്ലൈറ്റ് ഇന്നാണ് ബുക്ക് ചെയ്തത്. ആദ്യം ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് സമയത്തിന് കിട്ടില്ല. അത് ടൈമൊക്കെ തെറ്റി, രണ്ടാമത് ടൈം തെറ്റിയതുകൊണ്ട് നമ്മൾ വീണ്ടും ഇന്റർവ്യൂ ആണ് മകൾക്ക് വേണ്ടി എടുത്തേക്കുന്നത്. 2 കാറിലാണ് പോകുന്നത്. 2 ഫാമിലി ഉണ്ട്. ഒന്ന് വരാപ്പുഴയാണ്. അപ്പോൾ 2 ഫാമിലിയെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളേലും പുറപ്പെടാനുള്ള സമയമായി. അത് 1:30 അവർ ഇറങ്ങും. വരാപ്പുഴയിൽ നിന്ന് ഇറങ്ങും. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. അപ്പോൾ എന്തായാലും പിപ്പീസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് കാണാം. 8 ദിവസം പരിപാടിയാണ്, യാത്രയാണ് ഞങ്ങളുടെ. ആ 8 ദിവസം കൊണ്ടുള്ള കാഴ്ചകളെല്ലാം ഞങ്ങൾ പിപ്പീസ് വ്ളോഗിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു. തൊട്ടടുത്തുള്ള സോഹൻ ചേട്ടൻ, തിലകൻ ചേട്ടൻ, നമ്മുടെ വാവ കാത്തിരിക്കുകയാണ്. ഞങ്ങള് കല്യാണിക്കുട്ടിയാണ്, അമ്മാമ്മ. അപ്പൊ കല്യാണിക്കുട്ടിനെ ഇനി കുറച്ച് ദിവസത്തേക്ക് വിളിക്കാനായിട്ട് ഇവിടെ കിട്ടിയില്ല. സന്തോഷം. ഓക്കെ ഓക്കെ, ബൈ. അത് പുറപ്പെട്ടിട്ടാ നമ്മൾ ചെറായിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയാണ് ഈ കടന്നു വരുന്നത്. ഞാൻ ഇനി അതിലേക്ക് കയറണം. അതിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഫ്രണ്ട് സീറ്റ് ഞാൻ എടുത്തിരിക്കുകയാണ്. ചെറായി കരുത്തലയിൽ നിന്നും ഞങ്ങൾ പറവൂർക്ക് പോവുകയാണ്. പറവൂരിൽ നിന്ന് ഒരു ഷോപ്പിലൊന്ന് കയറേണ്ടതുണ്ട്. കയറി കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:30 ആകാറായി. ഈ വണ്ടിയാണ് നമ്മൾ ആദ്യം വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നിട്ട് ഇതിൻ്റെ ബാഗിൽ പോയി നമ്മൾ 3 പേരും കൂടി ഉണ്ടല്ലോ. നമ്മൾ 3 പേരും കൂടി ഇരുന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്കത് പറ്റണില്ല. അപ്പോൾ നമ്മൾ വണ്ടിയുടെ എയർപോർട്ട് കഴിഞ്ഞിട്ടുള്ള പോർട്ടലിൽ നമ്മൾ വണ്ടി ഒതുക്കി നിർത്തിയേക്കണം. അങ്കമാലി എത്തിയിട്ടില്ല. നമ്മളുടെ അടുത്ത ഫാമിലി വരുന്നുണ്ട്. 2 ഫാമിലിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ 2ാമത്തെ ഫാമിലി വരുന്നുണ്ട്. അവർ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അവിടുന്ന് കുറച്ചുകൂടി ഓടിയാൽ മാത്രമേ അങ്കമാലി പോർട്ടലിലേക്ക് എത്തുള്ളൂ, അങ്കമാലി ഏരിയയിലേക്ക്. ഞങ്ങളിപ്പോൾ അങ്കമാലിൻ്റെ അടുത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തേക്കണം. വണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 2 വണ്ടി കൂടി ഞങ്ങളുടെ യാത്ര. അപ്പോൾ ആ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. വണ്ടി ഉടനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. വരുന്നുണ്ട് വണ്ടി. ലെഫ്റ്റ് സിഗ്നലിട്ടിട്ട് വരുന്നുണ്ട് വണ്ടി. വണ്ടിയെ ഷൂട്ട് ചെയ്യാൻ നമുക്ക്. ഇതാണ് സാധനം. i20 ആണ്. i20 വണ്ടി, നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവരെ അവിടെ കാണാം. ഇതാണ് നമ്മുടെ ഹായ്. കാണുന്നില്ല. അമ്പോ, നല്ല സെറ്റ് ആയിട്ടല്ല. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം 3 മണി കഴിഞ്ഞപ്പോഴേക്കും ചാലക്കുടി എത്തി. നേരെ ടോൾ പ്ലാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടി. തൃശ്ശൂർ ടോൾ പ്ലാസയിലേക്ക് വണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടി ഫ്രണ്ടിലുണ്ട്. ഏതിൽ വേണമെങ്കിൽ കയറാം. ഇതേപോലെ നമ്മുടെ വണ്ടിയുടെ പുറകെ തന്നെ നമ്മളെടുക്കാം. കറക്റ്റ് അല്ലട്ടാ, ഇതൊന്നും ഇല്ലട്ടാ നമ്മുടെ വണ്ടി. ഇതിന് മുമ്പിൽ നമ്മുടെ ഉണ്ടായിട്ട് തന്നെ i20 കിടപ്പുണ്ട്. പ്ലസിലെത്തി. തൃശ്ശൂർ ടോൾ പ്ലാസ, തൃശ്ശൂർ. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സേലത്താണ് നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം സേലത്ത് നമ്മൾ ഒരു 9 മണിക്ക് മുമ്പ് എത്തും എന്നുള്ള പ്രതീക്ഷ. 9 മണിക്ക് നമ്മൾ ടൈം അനുസരിച്ച് 9 മണിക്ക് സേലത്ത് എത്തുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിന് മുമ്പ് എത്താൻ കഴിയണമെങ്കിൽ അടിപൊളി. ഇത് കണ്ട, ഇതാണ് നമ്മുടെ വണ്ടി കേട്ടാ, i20. ചേട്ടൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് പുറകിൽ ഇതായാലും വണ്ടി നിറച്ച് ഈ 8 ദിവസ പരിപാടി ആയതുകൊണ്ട്, ടൂർ ആയതുകൊണ്ട് നമ്മൾ വണ്ടി നിറച്ച് നമ്മുടെ ഡ്രസ്സുകൾ കയറിയിരിക്കണം. അപ്പോൾ ആ ഡ്രസ്സുകളാണ് വണ്ടിയുടെ i20യുടെ പുറകിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പം നമ്മൾ മണ്ണൂത്തി ഓവർ ബ്രിഡ്ജിലാണ്
തൃശ്ശൂർ മണ്ണുത്തി ഓവർബ്രിഡ്ജിൽ നിന്നും പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈ ഓവറിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. റോഡൊക്കെ കിടുകയുണ്ടാവും, ഒന്നും പറയാനില്ല. അടിപൊളി റോഡാണ്, സൂപ്പർ, ഒന്നും പറയാനില്ല, പൊളിച്ചെടുക്കാം. ഇത് ഞങ്ങളുടെ ഫുഡ്. വൈകുന്നേരത്തെ ഞങ്ങളൊരു കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയ ശരവണ ഭവനിലാണ് ഞങ്ങൾ കയറിയത്. ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ കഴിച്ചിട്ട് പുറത്താണ്. അപ്പോൾ ഇപ്പോൾ സമയം 4:30. ഒരു ചായ കടിക്കാനുണ്ട്. നമ്മൾ ശരവണ ഭവനിലേക്ക് കയറി. ഞാൻ കഴിക്കുന്നു. സേലത്തെത്താൻ ഇനിയും ഒരു 3.5-4 മണിക്കൂർ താഴെ സമയം വേണ്ടവരും. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ എന്താ പറയുക, അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങും. ഞങ്ങൾ എന്തായാലും രാത്രി 9:30-10 മണിക്ക് എത്താൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ നമ്മളുടെ ടൈം അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനിയൊരു 200 കിലോമീറ്ററിന് താഴെ ഉള്ളൂ ഓടിയെത്താനായിട്ട്. നമ്മളുടെ വണ്ടിയാണ് ഇപ്പോൾ ആ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സേലം റോഡിലേക്ക് കടന്നിട്ട് ഏകദേശം 1/4 മണിക്കൂറായി. നമ്മൾ ഒരു മണിക്കൂറും കൂടി ഓടിയാൽ നമുക്ക് ഈ റോഡ് എത്തും. ഈ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേലം. നമ്മൾ താമസിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ സേലത്താണെന്ന്. അപ്പോൾ കിടു റോട്ടിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കണം. സമയം 7:30 ആയി. ഓക്കെ, അടിപൊളിയല്ലേ റോഡൊക്കെ. നമ്മുടെ കാറിൻ്റെ ലൈറ്റും വെട്ടത്ത് റോഡ് നല്ല കണ്ടീഷനായിട്ട് തെളിഞ്ഞ് കാണാം. എന്താ രസം, അടിപൊളി. ഇതേ കിടക്കുന്നത് ഇതാണ് നമ്മുടെ കാർ കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ കാറാണ്. 2 വണ്ടി ഞങ്ങൾ അടുത്തടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പരിചയമില്ലാത്ത സ്ഥലമാണ്. പിപ്പി ആ കാറിലുണ്ട് കേട്ടോ. ഇതിൽ പിപ്പീസ് വ്ളോഗിലെ പിപ്പി ആ കാറിലുണ്ട്, ആ മുമ്പിലെ കാറിലുണ്ട്. ഇനി ഞങ്ങൾ അത്താഴം ഫുഡ് കഴിക്കാനായിട്ട് ഈ റോഡ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിർത്തും. അപ്പോൾ പിപ്പീസ് വ്ളോഗിൻ്റെ ഉടമയായ പിപ്പിയെ കാണിച്ചു തരാം. ഓക്കെ, ഹലോ. ഞങ്ങൾ പെട്ടിരിക്കുകയാണ് കേട്ടോ മക്കളെ, ഒരു രക്ഷയില്ല. ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. എന്താ പറയുന്ന, ഈ റോഡ് എത്തിയിട്ടില്ല. ഈ റോഡ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലിയൊരു ബ്ലോക്കിൽ പെട്ടുപോയി. കുറേ കണ്ടെയ്നറാണ് ഞങ്ങളുടെ ചുറ്റിനും. മറു സൈഡ് വണ്ടി ഇടയ്ക്ക് പോരുന്നുണ്ട്, പക്ഷേ ഓപ്പോസിറ്റ് സൈഡൊക്കെ വണ്ടി കുറേശ്ശെ പോരുന്നുണ്ട്. ഞങ്ങളുടെ സൈഡ് വണ്ടി മൂവ് ആവുന്നില്ല, അത്രയും ബ്ലോക്കിൽ പെട്ടുപോയി. സമയമെടുക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ വണ്ടി ഫ്രണ്ടിലുണ്ട് ഒരെണ്ണം. എത്രയും പെട്ടെന്ന് ബ്ലോക്കൊക്കെ ഒന്ന് മാറട്ടെ, എന്നാലേ ഞങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റുള്ളൂ. നാളെ രാവിലെ എഴുന്നേറ്റ് വീണ്ടും യാത്ര ചെയ്യേണ്ടതാണ്. ഹൈദരാബാദിലേക്ക് പോകേണ്ട യാത്രയാണ്. 3-ൻ്റെ അന്ന് എത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ബ്ലോക്കിൽ നിന്ന് മാറി ഞങ്ങൾക്ക് സ്പോട്ടിലെത്തണം, സേലത്തെത്തണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ബ്ലോക്കാണ്. ഇത് കണ്ട, നമ്മുടെ സംഭവം കണ്ട, ഗൂഗിൾ മാപ്പ് കണ്ട, റെഡാണ് കാണുന്നത്. കുറച്ച് സമയം കൂടി ആ റെഡ് കടന്ന് കിട്ടണം. അപ്പൊ സംഭവം എന്താണെന്നുള്ളത് ഇപ്പൊ ആക്സിഡന്റ് ആണോ? ആ, ആക്സിഡന്റ് ആണ് മക്കളെ, അതാണ് സംഭവം. ഒരു ആക്സിഡന്റ് നടന്ന പടുക്കെ കാണുന്നുണ്ട്. അതാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അത് തന്നെ സംഭവം, ആക്സിഡന്റ് ആണ്.
ഒരു വണ്ടി പൊന്നോ, എന്താണ് സംഭവം എന്നറിയില്ലല്ലോ. ആക്സിഡന്റ് ആണ്, വണ്ടി ഇടിച്ച് കയറിയൊക്കെയാണല്ലോ. ഈശ്വര, ഇത് കണ്ട വണ്ടിയുടെ ഫ്രണ്ട് തകർന്നു പോയി. കാറിലാണ് ഇടിച്ച് കയറിയിരിക്കുന്നത്. ദൈവമേ, ഒരു ഭയങ്കര കാഴ്ചയാണ് കേട്ടോ. കാറിന്റെ പൊടി പോലുമില്ല, മൊത്തം തകർന്നു പോയി. സെൻട്രൽ മീഡിയനിൽ ഇടിച്ചിട്ടാണ് കയറിയേക്കണത്. കാറിന്റെ അവസ്ഥ കണ്ടിട്ട് വല്ലാത്തൊരു കണ്ടീഷനാണ്. അതൊരു സഹിക്കാൻ പറ്റാത്തൊരു സീനാണ്. എന്നാലും പോലീസ് അവിടെ ആരും നിർത്തുന്നില്ല, കടത്തി വിടുകയാണ്. അതാണ് നമ്മുടെ ഈ ബ്ലോക്ക് കണ്ട. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കിയറിയാം, ബ്ലോക്കെല്ലാം മാറി. ഇനി സുഖമായിട്ട് യാത്ര ചെയ്യാന്നാണ് പറയുന്നത് മാപ്പ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ വണ്ടി മുമ്പിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ഈറോഡ് എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണം, അതിനുള്ള തയ്യാറെടുപ്പും കൂടിയാണ്. എത്രയും പെട്ടെന്ന് ബ്ലോക്കെല്ലാം മാറിയ സ്ഥിതിക്ക് ഇനി നമ്മൾ വേഗം എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. ഓക്കേ, ഞങ്ങൾ ഈ റോഡിലൊക്കെ വണ്ടി ഒതുക്കി, ഹൈവേയിൽ ഒതുക്കി നമ്മുടെ ഹോട്ടലിൽ ശ്രീ ശരവണ ഹോട്ടലിൽ കയറിയിട്ടുണ്ടോ, ശ്രീ ശരവണ ഭവനിൽ ഞങ്ങൾ കയറിയാണ്. വെജിറ്റബിൾ ഫുഡ് നിങ്ങൾ കഴിക്കണം. എന്താണുള്ളത് നോക്കണം. ഇന്ന് ഞങ്ങൾ വെജിറ്റബിൾ ഹോട്ടലിൽ കയറിയിട്ട് ചില്ലി ഗോബി ഫ്രൈഡ് റൈസാണ് കഴിക്കുന്നത്. ഇത് വെറൈറ്റിക്ക് ആയിക്കോട്ടെ. ഇന്നത്തെ വൈകിട്ട് ഒരു പരിപാടി വെജിറ്റബിളായിരുന്നു. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ഈ പറഞ്ഞ വിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങിയൊക്കെയാണ്. തീരാറായി. എന്തായാലും നമ്മൾ പറയുന്ന സേലം എത്താറായിട്ടുണ്ട്. ഇടയ്ക്ക് സേലത്ത് ഞങ്ങൾ വന്ന സമയത്ത് 8 വരി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. 8 വരി റോഡ്, പൊളി റോഡാട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ സേലത്തേക്ക് ഒരു 14 കിലോമീറ്റർ കൂടി ഉള്ളൂ. നമ്മൾ താമസിക്കുന്ന ലോഡ്ജ്, ആ ലോഡ്ജിലേക്ക് 14 കിലോമീറ്റർ താഴെയുള്ളൂ. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞങ്ങളവിടെ എത്തും. സമയം ഇപ്പോൾ 11 മണിയാകാറായി. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നിമിഷങ്ങൾക്കാണ് ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിലെത്തും. ആ ലോഡ്ജൊക്കെ തൊട്ടടുത്ത സമയത്ത് തന്നെ കാണാൻ പറ്റും, ഉടനെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 240 മീറ്ററാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ശ്രീ കെ റെസിഡൻസിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ബോർഡ് കാണാം, ഇല്ല അവിടെ കാണാം ബോർഡ്. ലൊക്കേഷൻ എത്തി. ഫോണടിച്ചോ നീ, അവിടെ പോയിക്കോട്ടെ. നീ ചെല്ല്, വണ്ടി ഓടിക്കുക, ഞങ്ങൾ കയറ്റി അതിൻ്റെ കയറ്റിടാം, അവിടെ തന്നെ കയറ്റിടാം. ഇതാണ് നമ്മൾ പറഞ്ഞ ശ്രീ കെ റെസിഡൻസി.
ശ്രീ കാമധേനു റെസിഡൻസിയിൽ നമ്മൾ എത്തി. ഇവിടെ 2 വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ, കയറി നോക്കട്ടെ കേട്ടോ ഇനി ഏതാണ് ബിൽഡിങ്ങൊക്കെ ഒന്ന് കാണട്ടെ. പിപ്പി കയറി വരൂ, അല്ല ഇറങ്ങി വരൂ. അയ്യോ പിപ്പീസ് വ്ളോഗിലെ പിപ്പിയാണ് ഈ വരുന്നത്. ഈശ്വര, സമയം 11:30 ആകാറായി. യാത്ര ചെയ്ത് പിപ്പി ക്ഷീണിച്ച്. ദൈവമേ, മോഹമൊക്കെ കണ്ട. അയ്യോ, ഞങ്ങളുടെ ചേച്ചി, അമ്മായി, ഞങ്ങളുടെ ശ്രുതിക്കുട്ടി, വണ്ടി ഒതുക്കി, വണ്ടി ഒതുക്കി, വണ്ടി ഒതുക്കി. പോ എടുത്തോ. വാ 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 ബാബ, കയറി കയറി. തുറക്ക് തുറക്ക്. കയറി കയറി, ഒരാൾ കയറി, ഒരാളോട് കയറി. ഇപ്പിക്ക് കയറി ഇപ്പി. പോറല്ലേ? ലിഫ്റ്റ് വഴി ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. 1-ലെത്തി, 3-ലെത്തി, 2-ലെത്തി, 3-ലെത്തി, 4-ലെത്തി. 4-ലാണ് ഞങ്ങളുടെ റൂം. ഈ ലിഫ്റ്റിലും 3 പേർക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ 4 പേർക്ക്. നമ്മൾ ലിഫ്റ്റ് കയറി റൂമിലേക്കുള്ള എൻട്രൻസിലേക്ക് പോയിണ്. നമ്മുടെ റൂം അന്വേഷിച്ച് പോയണ്ട. നമ്മുടെ റൂം പിപ്പി ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ റൂമാണ് കാണുന്നത്. അടിപൊളി, സൂപ്പർ സൂപ്പറുണ്ട്, സൂപ്പർ. നല്ല രസമുണ്ട് കാണാൻ. ബെഡ്റൂമൊക്കെ കാണാൻ 2 ബെഡ്റൂം. സുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ AC ഒക്കെ ഉണ്ട് കേട്ടോ. കിടക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ്. ഇപ്പി എങ്ങനെയുണ്ട് ബെഡ്റൂമൊക്കെ? സൂപ്പറല്ലേ? നല്ലൊരു മിറർ കണ്ടു, അപ്പം ഞാനിങ്ങനെ വെച്ച് നോക്കിയാണ്. ഇപ്പിയുണ്ട്. ആഹാ, എന്താ സ്റ്റൈൽ! ഒരു അടിപൊളി മിറർ. TV ഒക്കെ ഉണ്ട്. എന്തായാലും ബാത്റൂമൊക്കെ ഒന്ന് നോക്കാം. ബാത്റൂം ആവശ്യത്തിനുള്ള ടർക്കിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാത്റൂമിൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കൊള്ളാവുന്നൊരു ബാത്റൂമാണ്. എന്തായാലും മൊത്തം നോക്കുമ്പോൾ മോശമല്ലാത്തൊരു ബാത്റൂം. അടിപൊളി, കുഴപ്പമില്ല കേട്ടോ. എന്തായാലും നീറ്റൊക്കെ, നല്ല നീറ്റായിട്ടൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ അടുത്ത റൂമൊന്നും നോക്കട്ടെ. ആദ്യം ഒരു റൂം കാണിച്ചു. സെക്കൻഡ് റൂമാണ് കേട്ടോ. രണ്ടാമത്തെ ഒരു റൂമാണ്. എക്സ്ട്രാ ബെഡുണ്ട്. 2 ബെഡ് ഒന്നിച്ച് ചേർത്തിട്ടേക്കാണ്. കൊള്ളാട്ടാ, അടിപൊളി, അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. കിടു ബെഡ്റൂമാണ്, സൂപ്പറാണ്. ആർക്കും ഇഷ്ടപ്പെടും. നല്ല നീറ്റാണ്, അൺക്ലീനാണ്. ഒന്നും പറയണ്ട, സൂപ്പർ സൂപ്പർ.
അടുത്ത ബാത്റൂം. ഞങ്ങളുടെ ഒരുപാട് വീഡിയോസ് പിപ്പീസ് വ്ളോഗിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. പാചക വീഡിയോസ്, അതോടൊപ്പം ആൽബം സോങ്ങൊക്കെ ഉണ്ട്. ഞങ്ങൾ ഹൈദരാബാദിലേക്കുള്ള യാത്രയുടെ തുടക്ക ദിവസമാണിന്ന്. 8 ദിവസത്തെ യാത്രയാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇന്നത്തെ വീഡിയോ വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് പറയുന്നു. സമയം ഏകദേശം 12 മണിയായി. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. രാവിലെ വീണ്ടും യാത്ര ഉള്ളതാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ.